ഇവിടെ കാണുന്ന ഈ മനോരമയുടെ ആദ്യ പത്രമാണ്. ഈ പത്രത്തിനകത്തൊരു വാർത്ത എഴുതിയേക്കുന്നത് കണക്കും ഇംഗ്ലീഷും കൂട്ടാൻ അറിയാവുന്ന വേലക്കാരെ ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു പത്രം വായിക്കാൻ നമുക്ക് എന്താണെന്നറിയാം, അന്നത്തെ ഭാഷ എന്താണോ ആ ഭാഷാ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഭാഷയിൽ ശരിക്കും അന്ന് എന്തായിരുന്നു സംസാരിച്ചിരുന്നത്, ആ ഒരു സംഭവം ഇതിനകത്തെല്ലാം ഉണ്ട്. എല്ലാ വക ക്രിസ്ത്യാനികളിലും ഇത് ഏതാ അക്ഷരം, ഈ അക്ഷരം ഞാൻ കണ്ടിട്ടില്ല. ഇത് പഴയ മലയാളമാണ്. വയസ്സ് മുതൽ എത്രയോ വയസ്സ് വരെ, ആ 2 വയസ്സും 2 നമ്പേഴ്സും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ദേഹസുമായ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ഇങ്ങനെ ചേരുന്നതിൽ ആരെങ്കിലും മരിച്ചാൽ ഉടനെ സംഘത്തിൽ അതായത് ഞാൻ വായിക്കുന്ന മലയാളവും 1890 മലയാളവും തമ്മിൽ ആനയും അമ്പാനിയും പോലെ വ്യത്യാസമുണ്ട്. കുടുംബസഹായ സംഘമാ കുടുംബത്തിന്റെ സ്പെല്ലിങ് ഇപ്പോഴത്തെ ഒത്തിരി വ്യത്യാസമില്ലയോ? അപ്പൊ ഇത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഷോപ്പ് എന്ന് പറയുന്നത് ഷാപ്പ് എന്നാ എഴുതിയേക്കുന്നത്. ഉടുപ്പിട്ട് നടക്കണമെന്നുള്ള ആളുകൾക്കും രംഭകം ഉണ്ടാക്കുന്നത് പാണന്മാർ മുതലേ പണിക്കാരുടെ നിയമമില്ലായ്മ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് അശേഷമില്ലാതാക്കി തീർത്തിരിക്കുന്നു. വെള്ളക്കാരിലും നാട്ടുകാരിലുമുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇവിടെ പലതരം ഷർട്ട്, കോട്ട്, കാൽശ്രയായി, തൊപ്പി, ഗൗണ്, റവുക്ക, പാവാട, പഴമനായ ചെയ്തു കൊടുക്കും. തയ്യക്കട ഇത് എന്താണെന്നറിയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇദ്ദേഹം വായിച്ചപ്പോ ഒരു സംഭവം വന്നില്ലയോ, ഇത് ഞാൻ അത് പറയാൻ അതുകൊണ്ടാണ്. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല്, ശരിക്കും ആ കാലഘട്ടത്തിൽ എന്തായിരുന്നോ, ഇനി ഞാൻ പറയട്ടെ, സ്വർണ്ണവില 1939 സ്വർണ്ണവില എത്രയാണെന്നറിയോ? 22 രൂപ 10 പൈസ ഒരു പവന്. ഇന്ന് 1,15,000 20,000 രൂപ വന്ന സ്ഥലത്ത് അന്ന് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പം നമുക്ക് ആ കാലഘട്ടത്തിലെ കൊപ്രയ്ക്ക് വില എത്രയാണ്, ആ കാലഘട്ടത്തിൽ അരിക്ക് എത്രയാണ് വില, പെട്രോളിന് എത്രയാണ് വില, മണ്ണെണ്ണയ്ക്ക് എത്രയാണ് വില, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പത്രം വായിച്ചാൽ കിട്ടും. ഞാൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട്, ഒരു 3-4 വർഷമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പരസ്യങ്ങളുടെ കൂലി ഞാൻ നോക്കുമായിരുന്നു. 3 അണ 2 അണ. ഇതൊരു ഫുൾ പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വരും. അത് ഒരു എഡിഷന് കൊടുക്കണം. കേരളം മൊത്തം കൊടുക്കണമെങ്കിൽ 10-15 ലക്ഷം രൂപ വരും. ആ സ്ഥാനത്ത് കണ്ടില്ലയോ? 3 അണ 2 അണ. പൈസ അല്ല, രൂപയല്ല. അത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ശരിക്കും കണ്ട് ഇതേപോലെ വന്ന് മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ കണ്ടുപോകരുത്, ഇതൊക്കെ ഇങ്ങനെ വായിച്ച് കറക്റ്റ് ആയിട്ട് പോകണം. ഒരു മാസത്തിൽ അവർ 1 വട്ടം വരട്ടെ, എന്നാലും കിട്ടും. പുതിയ സാധനം കിട്ടും ഒരു മാസത്തിൽ. ഇത് വെഞ്ചാം ഇങ്ങനെ വീശാനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് കാലം. ഇത് ഒരു വടക്കേന്ത്യയിലെ ഒരു പ്രത്യേകതരം ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേകത, കൈ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സാധനം, കൈത്തറിയാണ്. ഇത് നമ്മൾ വരച്ച പടവാ. ഞാനും വേറെ നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്. അതായത് ഇപ്പൊ ഈ മാസം ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ആപ്പിൾ അതിന്റെ 18 Pro Max വെർഷൻ ഇറക്കും. അപ്പോഴാണ് ഇത് ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങള് ഞാനിവിടെ കാണുന്നത്. വേറൊരു പ്രത്യേകത അറിയോ, നമ്മള് പല സിനിമ, ഹിന്ദി സിനിമ ആയാലും പല സിനിമ കാണുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ 1 രൂപ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കുന്നത്, ഇങ്ങനെ വന്നിട്ട് അല്ല ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇഷ്ടം പോലെ വീഡിയോസ് ചെയ്തു. ഇത് ഓരോന്നില് ഇങ്ങനെ ഇവിടുന്ന് കറക്കണം, ഇവിടുന്ന് ഇങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവരണം. ഓക്കെ. ഇപ്പൊ എനിക്ക് 9 അടിക്കണമെങ്കിൽ ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടുവരണം. ഇത് വരുന്നില്ല, ടൈറ്റാ. ആണോ? ബാക്കി വേറെ അടിച്ചേ, 6 7 അടിച്ചേ. 5 അടിക്കാം. അത് 5 ആയി. തിരിച്ചു വിടണം. 4 ആയി. തിരിച്ചു വിടണം. 3 ആയി. തിരിച്ചു വിടണം. ഇത് കൊള്ളാം. അങ്ങനെ ഇനിയിപ്പോ ഇദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞില്ലയോ 9. ആ സൗണ്ട് ഭയങ്കര രസമാ പണ്ടത്തെ. അതെ. ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു തവണയെങ്കിലും ലൈഫിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എന്നിട്ടേ ഒന്ന് മനസ്സിലാക്കണം, ഇത് ഒരു ഫോൺ ചെയ്യാനായിട്ട് നമ്മുടെ നമ്പർ എഴുതി വെച്ചേക്കുക. ഈ നമ്പർ ഓരോന്നും കറക്റ്റ് ചെയ്യണം, എന്നിട്ടാണ് വിളിക്കേണ്ടത്. ഇപ്പൊ ഒരു പ്രേമിക്കുന്നവരാന്ന് വെച്ചോ, അപ്പൊ വിളിക്കുമ്പം വീട്ടിലൊരു ഫോണേ ഉള്ളു, ഇത് ട്രെന്ന് ബെല്ലടിക്കും. അച്ഛനും അമ്മയും അറിയാതായിരിക്കും കാമുകം വിളിക്കേണ്ടത്. ഈ സാധനം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോണിൽ ടൈപ്പ് ചെയ്യാൻ തന്നെ വേഗം അടിച്ചിട്ട് വിളിക്കണം. ഒന്നും വേണ്ട, എത്ര പണിയാന്നറിയാം. എന്നിട്ട് ഈ 2 പേരുടെയും വീട്ടിൽ പ്രശ്നമായിരിക്കും. ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയുള്ള ഫോണുകളാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇത് 1900 ഇപ്പൊ നമ്മൾ ക്വാറന്റീൻ ഒക്കെ നമ്മളിപ്പോ കേട്ടിട്ടുള്ളത് എന്തുവാ, നമ്മൾക്ക് ഈ കൊറോണ വന്നപ്പോ അല്ലയോ 1956 ക്വാറന്റീൻ നമ്മൾ ഇരുന്നു. വസൂരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ആളുകളെ ചാക്കിലൊക്കെ കെട്ടി കൊണ്ടു കളയുമായിരുന്നു മരിക്കുന്നതിന് മുമ്പേ. അപ്പൊ ആ കാലഘട്ടത്തിൽ വസൂരി ഇല്ലെന്ന് അറിയിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ക്വാറന്റീൻ നിന്നതിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു.
I am an honored to inform you that the undernoted person has been guaranteed to carry out the quarantine regulations of passport. ഓ, ഞാൻ ആദ്യം കൊറോണ സർട്ടിഫിക്കറ്റ് ഒക്കെ വന്നേന്ന്. അതിന് മുമ്പ് ഈ വാക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ സിംബാബ്വെ എന്ന് പറഞ്ഞ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അക്കം കൂടി നോട്ട്. ഇതാ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അക്കം കൂടി നോട്ട്, 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട്. അതിനപ്പുറത്തിരിക്കുന്നത് ഇതിന്റെ ഒരു വാല്യൂ നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം വിലയുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങല്ല ഉണ്ട് എന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് പീസാ. അതുകൊണ്ട് ഇനി അതിനപ്പുറത്തിരിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത് ഈദി അമീൻ എന്ന് പറഞ്ഞ ആളാ. പുള്ളിയുടെ പേരിലുള്ള നോട്ടാ. ഇതെവിടാ സ്ഥലം? ഉഗാണ്ടയിലെ. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ ആറന്മുള കണ്ണാടി ലാലേട്ടൻ നമ്മൾ കൊടുത്തായിരുന്നു. അയ്യോ, ഇതാണ് ഏറ്റവും കുഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലുതും ലാലേട്ടൻ്റെ കയ്യിലാ. ഞാനേ എറണാകുളത്തൊക്കെ നിന്നിട്ട് അവിടുന്ന് പല സാധനങ്ങളേക്കും ഞാൻ ആലോചിക്കുന്നത് എല്ലാം നമ്മുടെ വീടിന്റെ നമ്മള് കായംകുളം ചാരുമൂട് ആ സ്ഥലത്ത് നമുക്ക് ചുറ്റാണ് ഇവിടെ എല്ലാം. ആറന്മുള കണ്ണാടി സാധാ കണ്ണാടി എന്നൊക്കെ വലിയ വ്യത്യാസമുണ്ട്. മെറ്റൽ അലോയി അതല്ലേ, മിറർ അല്ലല്ലോ. അതിനെ കുറിച്ച് അറിയാവോ? അതിനെ കുറിച്ചൊന്ന് പറയാം. ലോകത്തിൽ ഒരു സ്ഥലത്ത് മാത്രം ചെയ്യുന്ന ഒരു കണ്ണാടി ആറന്മുള കണ്ണാടി, പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയില്. അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ ബാക്കിൽ മെർക്കുറി കോട്ട് ചെയ്യും. മെർക്കുറി കോട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ കാണുന്നത് സഞ്ചരിച്ചിട്ടാ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ അത്രയും കനം പോയിട്ട് തിരിച്ചു വരുക. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റും. നമ്മളൊരു വസ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ആറന്മുള കണ്ണാടി വെച്ച ഗ്യാപ്പ് ഉണ്ടാവത്തില്ല. നമ്മുടെ അല്ലാതുള്ള ഗ്ലാസിന്റെ കണ്ണാടി വെച്ച ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്ലാസ്സിന് എത്ര കനം ഉണ്ടോ ആ ഗ്യാപ്പ് വരും. നമ്മൾ 10 കണ്ണാടി നോക്കിയാൽ 10 മുഖമായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കാറിന്റെ ഗ്ലാസ്സിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുഖം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു മുഖമായിരിക്കും. ഇപ്പുറത്തെ കണ്ണാടി നോക്കുമ്പോൾ വേറൊരു മുഖമായിരിക്കും. പിന്നെ മേളത്തെ കണ്ണാടി നോക്കുമ്പോൾ വേറൊരു മുഖമായിരിക്കും. എനിക്കുണ്ട് എന്റെ വീട്ടിൽ ഒരു കണ്ണാടി നോക്കിയാൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ, അതിനകത്ത് മാത്രം എന്നെ കാണാൻ കൊള്ളാം. പക്ഷെ യഥാർത്ഥത്തിൽ അതും കറക്റ്റ് അല്ല. യഥാർത്ഥ മുഖം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ആറന്മുള കണ്ണാടി വലുതുണ്ട്. യഥാർത്ഥമായിട്ടുള്ള മുഖം ആറന്മുള കണ്ണാടി കാണാൻ പറ്റും. അപ്പൊ ആറന്മുള കണ്ണാടി വലിയൊരു സംഭവം തന്നെ, ചെറിയൊരു സാധനമല്ല. അത് വേറെ ലോകത്തിന്റെ പല സ്ഥലത്തും വെച്ച് ചെയ്യാൻ നോക്കി നടന്നിട്ടില്ല. ഇനി അതിന് തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്ന കോയിൻ ലൈബീരിയ സംസാരിക്കും. ഈ കോയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സംസാരിക്കും. കെനഡിയുടെ ഓർമ്മയ്ക്കായിട്ട് ലൈബീരിയ എന്ന് പറഞ്ഞ രാജ്യം പുറത്തിറക്കിയ നാണയമാണ്. ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു നാണയം ഇറക്കിയിട്ടില്ല. വളരെ ലിമിറ്റഡ് പീസായിട്ട് ഇറക്കിയതാണ്. കെനഡിയുടെ പ്രസംഗം കേൾക്കാം, ഒരു 30 സെക്കൻഡ് കെനഡി സംസാരിക്കും. അപ്പൊ കെനഡിയുടെ ഓർമ്മ ഇനി അടുത്ത വലിയൊരു സംഭവമാണ്. എനിക്ക് എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ഒരു സാധനമാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ബോബനും മോളി. ഇല്ലയോ? എന്ന് വെച്ചാൽ ബോബനും മോളി എന്ന് പറയാം. ഇപ്പൊ ഈ വെള്ളപ്പൊക്കൊക്കെ നമ്മൾ കണ്ടില്ലയോ? അതിനകത്ത് വെള്ളപ്പൊക്കൊക്കെ വരും. അത് ഈ കട്ടിലിന്റെ മണ്ടയ്ക്ക് ഇരുന്നോണ്ട് ചൂണ്ടയിടുന്നു, മറ്റേ പിന്നെ വാർപ്പിനകത്തൂടെ പോകുന്നതും. ബോബനും മോളി ആ പട്ടി ആന്റി അങ്കിളും ഒക്കെ നമുക്ക് ഇപ്പൊ മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ പിന്നെ ക്ലിമിക്സ് തിരുമേനി ഇവിടെ വന്നായിരുന്നു. അപ്പൊ ഇതിനകത്ത് 2 പിള്ളേരുണ്ട്. ഇത് ടോംസിന്റെ വീടിന് അടുത്തുള്ള 2 പിള്ളേരാ. ഇവര് ഭയങ്കര പ്രശ്നക്കാരാ. ഇവരെ വെച്ചാണ് ഈ ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കിയത്. 2 പിള്ളേരാ. ഇത്ര ഇല്ലേലും അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പിള്ളേരാ. അപ്പൊ അത് വെച്ചാണ് പുള്ളി കഥ ഉണ്ടാക്കിയത്. അപ്പൊ ക്ലിമിക്സ് തിരുമേനി ഇവിടെ വന്നപ്പോ ആ പിള്ളേരെ 4 വർഷം പഠിപ്പിച്ചതാ. പിള്ളേര് ഭയങ്കര കുസൃതിയാന്നാ പറഞ്ഞത്. അപ്പം തിരുമേനി വന്നിട്ട് പറഞ്ഞ് ഇതിനൊരു വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ട് 4 വർഷം ഞാൻ പഠിപ്പിച്ചു. അപ്പം ഇവരെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ കേട്ടപ്പം ഇതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ പിള്ളേരാ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇത് അതിന്റെ ഫസ്റ്റ് ഭാഗത്തിന്റെ പേജായത്. അപ്പൊ എന്റെ അറിവിലും എനിക്കറിയാം ഒരു 90% ആളുകൾക്കെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. ബോബനും മോളി ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ല. അങ്ങനെ 2 പിള്ളേരുണ്ടായിരുന്നു. എന്നെ നമ്മളെയൊക്കെ പോലെ ജീവിച്ച ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അവരെ കാണാൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2 പേരുണ്ട്. അത് ആങ്ങളെയും പെങ്ങളും 2 പേരാ. സിസ്റ്റർ ബ്രദറും. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ വിദേശ സ്റ്റാമ്പ്. ഗാന്ധിജി ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതലും സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആള്. അപ്പൊ അത് ഇങ്ങനെയാണ്. ഇത് മുള നിർമ്മിച്ച സ്റ്റാമ്പ്. സ്റ്റാമ്പിന്റെ ഏകദേശം ഒരു 100ഓളം വെറൈറ്റി തന്നെയുണ്ട്. മുളയിലുള്ളത്, മണ്ണിൽ നിർമ്മിച്ചത്, ഈ ടൈലുമായിട്ട് സ്റ്റാമ്പ്, നാണയമാണ്. അതാണ് ഫസ്റ്റ് നമ്മുടെ കളക്ഷൻ. അപ്പൊ അതുകൊണ്ട് കുറെ മണമുള്ള സ്റ്റാമ്പ്, തടിയുടെ സ്റ്റാമ്പ്, തുണിയുടെ സ്റ്റാമ്പ്, പിന്നെ മറ്റേ മാസ്കിന്റെ സ്റ്റാമ്പ്, അങ്ങനെ ഒരു 100ഓളം വെറൈറ്റി ഉണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റാമ്പിന്റെ മാത്രം. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ചേർന്നുള്ള നോട്ട്, ഇന്ത്യ ബർമ ചേർന്നുള്ള നോട്ട്, ഇതൊക്കെ വളരെ റയറാണ്. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള. ഇനി ഇതാണ് ബോബനും മോളിയുടെ ഉൾപേജ്. ഇതിനകത്ത് അന്നത്തെ ആദ്യം ഇറങ്ങിയ ഫസ്റ്റ് ഫുള്ള് സാധനം ഉണ്ട്. അതുണ്ട്. ഇനി അത് വീണ്ടും എനിക്കൊന്ന് പ്രിന്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. വീണ്ടും അതൊന്ന് റീപ്രിന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്കും ഒക്കെ ഒന്ന് കൊടുക്കാൻ പറ്റുമല്ലോ. അതിന്റെ ഓരോ പ്രിന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത്. ഓക്സിജനിൽ പോയപ്പോ വലിയ, അതായത് നമുക്ക് ഈ ഒരു മൊത്തം വെക്കാൻ ടി വി കണ്ടപ്പോ ഞാൻ കാണുന്ന ടി വി ഇത്രയും ചെറുതാണ്. ഇതിനകത്തൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
എല്ലാം കാണുന്ന ഇതിനകത്താ. മമ്മൂട്ടിയും മോഹൻലാലിനെയും അല്ലെങ്കിൽ ക്രിക്കറ്റും എല്ലാ സാധനവും കാണുന്ന ഇതിനകത്തൂടാ. അതായത് ഇന്ന് നമ്മളൊരു ഒരു ഏതെങ്കിലും ഒരു വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഷോറൂമിൽ കണ്ടാൽ നമ്മൾ ഏറ്റവും കാണുന്ന ടിവിയുടെ സൈസ് എന്ന് പറയുന്നത് ഈ റൂമിന്റെ ഒരു പകുതിയോളം വലുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതല്ല, അതില് പുതുമയില്ല. ഇതിലാണ് പുതുമ. ഇനി അടുത്ത സാധനം നമ്മളൊക്കെ ശരിക്കും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ പഴയ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുക, ട്രെയിനിൽ യാത്ര ചെയ്യുക, അല്ലാതൊക്കെ പോവാ, ഇതെടുത്ത് ചെവിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് എന്തോ സൂപ്പർ. ഞങ്ങൾക്ക് ഇതിന് കുറച്ചും കൂടെ റെവല്യൂഷൻ വന്നത് നമ്മൾ ഐപാഡ് ആയിരുന്നു യൂസ് ചെയ്തത്. ഐപോഡ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കാലഘട്ടം ഇതായിരുന്നു കൂടുതൽ. ഇതെനിക്ക് ഞാൻ എന്റെ പപ്പ സൗദിയിലായിരുന്നോണ്ട് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പൊ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, റെക്കോർഡറുണ്ട് നമ്മുടെ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതിലാണ്. അറിയത്തില്ല കാസറ്റ് എന്താണെന്ന് അറിയത്തില്ല. എന്റെ വീട്ടിലെ ഞാനൊരു 2014 13-12 വരെയൊക്കെ എന്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചെറിയ ടിവിയാ, പണ്ട് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞു ടിവി. അപ്പൊ അന്ന് എല്ലാ വീട്ടിലും വലിയ ടിവി. അപ്പൊ നമ്മുടെ വീട്ടിൽ മാത്രമാണ്, നമ്മുടെ വീടൊക്കെ വലുത്, പക്ഷെ ടിവി മാത്രം ഞങ്ങളുടെ അപ്പൻ ചെറുത്. എനിക്കൊന്ന് ഭയങ്കര വിഷമമായിരുന്നു. എല്ലാ വീട്ടിലും വലിയ ടിവി, LED ടിവി ഒക്കെ വന്നപ്പോ നമുക്ക് ഈ ടിവിയാ ഇതിനൊക്കെ ഒരു കുറച്ചും കൂടെ സൈസ് വലിപ്പമുള്ള ഒരു ടിവി പറഞ്ഞ സൗദിയിൽ നിന്ന് പപ്പ കൊണ്ടുവന്നത്. 10-25 വർഷത്തിന് മേലെ ആ ഒരു ടിവിയാ വീട്ടിൽ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ അയ്യോ അന്ന് ആ ടിവി കളയാൻ തോന്നത്തില്ല. അതെ, അന്ന് നമുക്ക് ആ ടിവി എങ്ങനെയും ഒന്ന് മാറ്റി തന്നെ പൊട്ടിപ്പോണേ കർത്താവേ ഇത് മാറണേ എന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അപ്പൊ ഇപ്പം ഇത് ഭയങ്കര. അതുപോലെ ആദ്യത്തെ റേഡിയോ ആണ് HMV എന്ന് പറഞ്ഞ കമ്പനിയുടെ ആ ഫസ്റ്റ് മോഡലായത്, മറ്റേ വാൽവ് റേഡിയോ. അത് കഴിഞ്ഞിട്ടുള്ള മോഡലായത്. ഇത് രണ്ടും ഇങ്ങനെ. ഇനി വേറെ സംഭവം ഞാൻ കാണിക്കും. ഈ റേഡിയോയ്ക്ക് ഈ റേഡിയോ TV നമ്മുടെ വീട്ടിൽ പ്രവർത്തിക്കണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഞാൻ ഇങ്ങനെ കേട്ടു. 15 രൂപ വെച്ച് 1985 വരെ 15 രൂപ വെച്ച് നമ്മൾ കൊടുക്കണമായിരുന്നു പഞ്ചായത്തില്. അന്ന് 15 രൂപ എന്ന് പറഞ്ഞാൽ സ്ഥലം മേടിക്കാൻ പറ്റുമായിരുന്നു. ഇനി അടുത്തത്, നമ്മൾ സാധാരണ നോട്ടുകൾ മേടിക്കുമ്പോൾ എന്തായിരിക്കും? നമ്മൾ നോട്ടുകൾ നമ്മുടെ കിട്ടുമ്പോൾ നമ്മൾ ചിലവാക്കുക, അതിന്റെ സീരിയൽ നമ്പർ ഒന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ ഞാൻ എന്റെ സീരിയൽ നമ്പറൊക്കെ നോക്കും. 26/1/82. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/1/82. 26/1/82 നോട്ടില്. എന്റെ പിന്നെ വൈഫിന്റെ 26/5/87. 26/5/87. എന്റെ കല്യാണം 22/3/2007. 22/3/2007. മൂത്ത മകളുടെ 10/3/9. 10/3/9. ഇളയ മകളുടെ 30/3/13. 30/3/13. ഒരു 3.5 വർഷത്തേക്കുള്ള എടുത്ത് ഇത്രയും കളക്ട് ചെയ്യാം. പ്രേമലു സിനിമ കണ്ടോർക്കറിയാം. പ്രേമലുല ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനം ഞാനപ്പോ അന്ന് കുറച്ചാൾ തിരക്കി നടന്നാൽ എന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് ഇത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അല്ലേ അത് പ്രേമലു ചിന്തിച്ചത് ഇപ്പോഴാ, അതിനും വല്ല കൊല്ലങ്ങൾക്ക് മുമ്പേ നമുക്ക് കിട്ടിയതാ. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഇത്ര സാധനം ഞാൻ കളക്ട് ചെയ്തല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നെഹ്റു തൊട്ട് മോദി വരെയുള്ള ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് എന്റെ ഉണ്ട്. ഇന്ത്യൻ പ്രസിഡന്റുമാർ മൊത്തം എന്റെ ഉണ്ട്. അങ്ങനെയാണ് തായ്ലൻഡിൽ 30 രാജ്യങ്ങളിൽ 30 രാജ്യങ്ങൾ പങ്കെടുത്തതിനകത്ത് എനിക്ക് ഫസ്റ്റ് കിട്ടി. 30 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ ഫസ്റ്റ് കിട്ടി. എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. എപ്പോഴെപ്പോഴും ഞാൻ ഒരു തവണ ഞെട്ടി, ഇടയ്ക്കിടയ്ക്ക് ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇങ്ങനെ. അതെന്താന്ന് വെച്ചാല് നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കിയപ്പം ഇതൊരു നല്ല സംഭവമായിട്ട് തോന്നി. പക്ഷെ കഷ്ടപ്പെട്ടു, നല്ല ചില നോട്ടിനൊക്കെ നല്ല പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടു. ഇത് ഒരു പിന്നെ കല്ലുകളൊക്കെ പതിപ്പിച്ച ഒരു കത്തിയാണ്. 12 രത്നം, 6 രൂപയും 6 മരതകവും. ഇത് അനന്തശയനം എന്ന് പറഞ്ഞ നാണയമാണ്. വളരെ റെയർ ആയിട്ടൊരു നാണയമാണ് അനന്തശയനം. പിന്നെ ഇത് നമ്മുടെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സംഭവങ്ങൾ മഷിയായിട്ടല്ലായിരുന്നു പണ്ട് വരുന്നത്, ടാബ്ലറ്റ് ആയിരുന്നു. ടാബ്ലറ്റ് പിന്നെ നമ്മൾ കലക്കിയിട്ട് നമ്മളെ നിബുള്ള പേനയിൽ എഴുതുമായിരുന്നു. അതിനു മുമ്പ് നമ്മൾ നാരായം വെച്ചെഴുതി, തൂവൽ വെച്ചെഴുതി. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മഷിയിലേക്ക് വന്നത്. അത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ ഈ എഴുതുന്ന ഉപകരണം അനുസരിച്ചാണ് നമ്മുടെ വാക്കുകൾ വട്ടത്തിലും മറ്റേവരിൽ നേരെ കോലെഴുത്ത് വട്ടെഴുത്ത് എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രത്യേകത. വാക്കിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇദ്ദേഹം തന്നെ അവിടെ ആദ്യ മനോരമ പത്രം വായിച്ചതും ഇപ്പായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ സംസാരത്തിൽ വ്യത്യാസമില്ലയോ? കാരണം പണ്ട് പറഞ്ഞ വാക്കുകളെ അല്ല നമ്മളിപ്പോ പറയുന്നത്. നമ്മുടെ സംസാരത്തിലല്ല. ഇപ്പൊ ഞാൻ കുറച്ച് കേരളത്തിന്റെ അങ്ങോട്ടുള്ള സൈഡിലോട്ട് പോകണം, അങ്ങോട്ട് പോകണം, നമ്മൾ പറഞ്ഞ സംസാര ഭാഷ ഭയങ്കര മാറ്റം. ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിലാവത്തില്ല. ഇത് മലബാറിൽ ആദ്യത്തെ സൈക്കിൾ റിക്ഷ ലൈസൻസാ. എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് നമ്മുടെ ഈ റിക്ഷ എന്ന് പറഞ്ഞൊരു സാധനം ബോഡി കൊണ്ടുപോകാൻ ഉപയോഗിച്ചോണ്ടിരുന്ന മരിച്ച മഞ്ചല് പോലെ. പിന്നെ ഇതെന്തായി, ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാം. കറക്റ്റ്. അപ്പൊ ആ സമയത്ത് കയ്യിൽ കെട്ടുന്ന ലൈസൻസ് ആയത് ഇത്. ഇവിടെ ഇങ്ങനെ കയ്യെ കെട്ടുന്നത് വളരെ റയർ ആയിട്ടൊരു സാധനമായത്. ഇത് നളിനി എന്ന് പറയുന്ന കുമാരനാശാന്റെ ഒരു 50ഓളം പുസ്തകങ്ങൾ എന്റെ കയ്യിലുണ്ട്, പഴയത്, ഒറിജിനൽ. പിന്നെ ഇത് 2ാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ബ്രിട്ടീഷ് അവരുടെ സൈന്യം മാത്രം ഉപയോഗിച്ച
നോട്ടുകളാ. അവിടെ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് യുദ്ധമായി കഴിയുമ്പം ആ രാജ്യത്തിന്റെ കറൻസി ഒരു വിലയില്ല. അപ്പം മിലിറ്ററിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കറൻസി. പിന്നെ 1000 രൂപ നോട്ട് മോദി നിർത്തിയെന്ന് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അതിന് മുമ്പ് 1000 രൂപ നിർത്തിയിരുന്നു. 1978 നിർത്തി 1000 രൂപ. മൊറാർജി ദേശായി 5000-നും 10000-നും നമ്മുടെ കയ്യിലുണ്ട്. അതും ഇതുപോലെ നിന്ന്. ഇതൊക്കെ PSC ക്വസ്റ്റ്യനാ. ആദ്യമായിട്ട് ഇന്ത്യയിൽ 1000 രൂപയുടെ നോട്ട് നിരോധിച്ചത് ആര്? മൊറാർജി ദേശായി. വർഷം 1978. അത് കഴിഞ്ഞ നരേന്ദ്ര. ഇങ്ങനെ ഓരോന്നും നോക്കാമെങ്കിൽ ഇഷ്ടം പോലെ PSC. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ശരിക്കും ഇത് നമ്മുടെ കണക്ക് കൂട്ടാനുള്ള പഴയൊരു സാധനമാണ് കാൽക്കുലേറ്റർ. ഇതിന് സംഭവം ഇവിടെ കറക്കുക, കാൽക്കുലേറ്റർ നമുക്ക് കാണാം. ഇവിടുന്ന് കൈ കൊണ്ട് കറക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വർക്കിംഗ് ഇച്ചിരി പണിയാ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഓരോന്നും കൂട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഇവിടുന്ന് വരും, ഉത്തരം വരും. പക്ഷെ ഇത് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ 1882 എന്തെങ്കിലും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള മ്യൂസിയങ്ങളിൽ തന്നെ വളരെ അപൂർവമാണ്. അത് വലിയ വൈറലായ ഒരു വീഡിയോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതാ. പക്ഷെ അതും അതിന് മുമ്പുള്ളതാ. അതെന്ന് പറഞ്ഞാൽ പല്ല് ഇങ്ങനെ പിടിച്ചിടുക. ഇങ്ങനെ ഇത് പ്രസ് ചെയ്യുമല്ലോ, മറ്റേ ഇങ്ങനെ ഓരോന്ന് പിടിച്ചിടുക. അപ്പൊ അത് കണ്ടുപിടിച്ച ആളെന്ന് ചിന്തിച്ചേ. ഇപ്പൊ 4 3 7, 4-ലും പോയി 7-ലും പോയി. അപ്പം 4 3 പോയിട്ട് 7-ലോട്ട് പോകണമെങ്കിൽ എവിടെല്ലാം തട്ടിയായിരിക്കും ഇത് പോകണ്ടോ? അതൊന്ന് ചിന്തിച്ചേ. ഇലക്ട്രോണിക്സ് ആണ് എങ്ങനെ? ഇപ്പോഴത്തെ സാധനങ്ങളാണ് കുറച്ചും കൂടി ഈസി ഉണ്ടാക്കാൻ. ഇത് ആദ്യമേ ചിന്തിച്ചെടുക്കണമല്ലോ. ഇതെല്ലാം പൽചക്രത്തേല്, പല്ലിലും അതുപോലെ പിന്നെ ഈ സ്പ്രിങ്ങിലും വർക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം? ഒരാളുടെ തലച്ചോറ് ഭയങ്കരമായിരിക്കണം. ചെറിയ പണിയല്ല. ഇതെല്ലാം പ്രൊജക്ടറുകളാ, പല ടൈപ്പ്. ഇതാണ് എഡിറ്റിംഗ് മെഷീൻ. നമ്മളിപ്പം നമ്മുടെ മൊബൈലിൽ നമ്മുടെ കൈ വെച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പണ്ടത്തെ എഡിറ്റിംഗ് മെഷീൻ ആയത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിലിം ഇങ്ങനെ വരും. ഇത് പിള്ളേർ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫിലിം വരും. അപ്പൊ വേണ്ട സ്ഥലം ഇവിടെ കട്ട് ചെയ്ത് ചേർത്ത് ഒട്ടിക്കും. എന്നിട്ട് ഈ മോണിറ്ററി നോക്കിയിട്ടാണ് ഈ സാധനം എല്ലാം നടക്കുന്നത്. ഇത് ഇച്ചിരി വലുതാണ് മറ്റേ ലാബിലിരിക്കുന്നത്. ഇത് സായികുമാർ സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞ് എന്റെ 8-9 മില്യൺ അടിച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെ കൃത്യമായിട്ട് പറഞ്ഞത്. കാരണം പണ്ട് അഭിനയിക്കുന്ന നടന്മാര് ഇതിന് ഫ്രണ്ടിൽ വന്ന് ഇരിക്കണം. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഡബ് ചെയ്യാൻ മാത്രം പോയാൽ മതി. പക്ഷെ പണ്ട് അതല്ല. ഒരു സിനിമ തീർന്ന് അതെല്ലാം കഴിയുന്നവരെ അവരവരുടെ കൂടെ കാണണം. എന്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ, ക്രിയേറ്റീവ് ഫീൽഡ്, മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകള്, അത് നിങ്ങളത് വളരെ ചെറുതിലെ തൊട്ടേ കുട്ടികളുടെ അഭിരുചിയുണ്ട്. അതുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് എന്നിട്ട് പോവാ. അപ്പൊ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നഷ്ടമില്ല. ഇല്ല നിങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട. വെറുതെ വന്നാൽ പോലും നിങ്ങളുടെ 10 മിനിറ്റ് ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അത് ചിലവർക്ക് വെളിയിൽ നിന്നൊക്കെ വരും. ഇപ്പൊ ഈ കുട്ടികളൊക്കെ ആദ്യം വരുമ്പോൾ നമ്മളിങ്ങനെ കയറി വരുമല്ലോ. അപ്പൊ നമ്മളെ ആ ചേട്ടനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കയറി വരും. അപ്പം ഈ അച്ഛനമ്മമാര് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും. ഈ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് എന്തോ കാണാനപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരിക്കുന്നത്. പക്ഷെ കയറി കഴിഞ്ഞൊരു 4 ബോർഡ് കണ്ടു കഴിയുമ്പം അവരത് മറുപ്പിന് തിരിച്ചു പോകാൻ നേരത്ത് നമ്മളോട് കിട്ടുന്ന ഒരു ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങളെ ഞങ്ങൾ ഇനി വീഡിയോ കാണും, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞത്. ചില കുട്ടികൾ അതിലോട്ട് വരത്തില്ല. അവരന്നേരം ഇവിടെ നിന്ന് മൊബൈൽ കാണും. അവരത് മാറാൻ പറ്റത്തില്ല. കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടെത്തുക. നമ്മളൊരു 5 മിനിറ്റ് ഇതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് 5 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? പിന്നൊരു 4-5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. 5 മിനിറ്റ് നമ്മൾ നമ്മുടെ എഫേർട്ട് എടുത്ത് സ്പെൻഡ് ചെയ്യണം. ബാക്കി സ്പെൻഡ് ചെയ്യാനുള്ള നമുക്ക് ആ ത്വര ഉള്ളി ഇവിടെ തന്നെ കിട്ടും. ഇനി അടുത്തൊരു സാധനം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യോധ, കിലുക്കം, അർത്ഥം ഇങ്ങനെയുള്ള സിനിമയെല്ലാം കണ്ടത് ഇതേപോലുള്ള പ്രൊജക്ടുകളാണ്. ഇതുപോലെ ചെറിയ ഫിലിമാണ് വരുന്നത്. എന്നിട്ട് സ്കൂളിൽ വന്നിട്ട് ടീച്ചർമാരൊക്കെ നേരത്തെ പറയും, നമുക്ക് അടുത്ത ആഴ്ച സിനിമയുണ്ട്, നിങ്ങൾ ഇത്ര രൂപ കൊണ്ട് 50 പൈസ ഒക്കെ ആയിരിക്കും മേടിക്കുന്നത് നമ്മുടെ ഇന്ന്. അപ്പൊ അത്രയും പൈസ കൊണ്ട് കൊടുക്കും, പിള്ളേരെല്ലാം കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ വരുന്ന ആൾക്ക് ഇതിനൊരു പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? മറ്റേ സ്ക്രീനൊക്കെ കെട്ടി ഇതിനകത്ത് സിനിമ കാണിക്കും. അപ്പൊ കുട്ടികളെല്ലാം കൊണ്ടിരുന്നൊരു സിനിമ കാണുന്ന പറഞ്ഞാൽ ഭയങ്കര അന്ന് ആവനാഴി ഇങ്ങനെ ഒരു 10-15ഓളം സിനിമ ഞാൻ കണ്ടത്. മമ്മൂട്ടി പ്രൊജക്ടർ ഓടുന്നില്ല. അപ്പൊ ഇത് ശരിക്കും ആ പ്രൊജക്ടർ താഴെ ഇരിപ്പുണ്ട്. അത് വലുതാ. അതൊരു കഥ തന്നെ പറയാനുണ്ട് ആ പ്രൊജക്ടറിനെ കുറിച്ച്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തലമുറയ്ക്കായിട്ട് ഇപ്പൊ എന്റെയൊക്കെ തലമുറയുള്ള സമയത്ത് ഏറ്റവും കൂടുതലും കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളിപ്പോ ഒരു പൃഥ്വിരാജിന്റെ ഒരു സിനിമയുണ്ടല്ലോ, മറ്റേ വെള്ളിത്തിര. അപ്പൊ അതിനകത്ത് ഇതേപോലൊരു പ്രൊജക്ടറാണ് സിനിമ കാണിക്കുന്നത്. അപ്പൊ ഇത് അതിന് ഈ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ സൗകര്യമാണ്. സ്കൂളുകളിലൊക്കെ കൊണ്ട് കാണിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ശരിക്കുവേ ഈ അടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റൗ തേടി പോയായിരുന്നു. ഗ്യാസിന് വില കൂടി. അപ്പൊ എന്ത് ചെയ്ത്, നമ്മളെ അടൂര് പറക്കോട് ഒരു സ്റ്റൗ കിട്ടുന്ന കടയുണ്ട്. അവിടെ ചെന്ന് സ്റ്റൗ ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു, ചേട്ടാ മൊത്തം കൊണ്ടുപോയെന്ന്. എന്ന് വെച്ചാൽ ഇതില്ലാത്തപ്പോഴതിന് പെട്ടെന്ന് വിറവിലേക്ക് ഈ പറഞ്ഞ വീടുകളൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. അവരെന്ത് ചെയ്ത് പെട്ടെന്ന് സ്റ്റൗ മേടിച്ച് ഉപയോഗിച്ചു. മണ്ണെണ്ണ സ്റ്റൗ. പണ്ട് കാലത്ത് മണ്ണെണ്ണ സ്റ്റൗ ആണിത്. ഇതിനകത്താണ് മണ്ണെണ്ണ നിറയ്ക്കുന്നത്.
എന്നിട്ട് ഇവിടുന്നാണ് ഡ്രോപ്പായിട്ട് വീഴും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ കത്തിച്ച് 2 സ്ഥലത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്നത്തെ സ്റ്റൗവിനെക്കാട്ടി എന്ത് ഭംഗിയാ നോക്കി. കാണാനൊരു ലുക്കായിട്ട്. അതിന്റെ ഒരെണ്ണം മാത്രമുള്ളത്, 2 മാത്രമുള്ളത്. ഇതും അതുപോലെ ഉള്ളത്. ഇത് ഏറ്റവും ചെറിയ സ്റ്റൗവാ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർക്ക് ഏറ്റവും ഹൈറ്റ് ഉള്ള സ്ഥലത്തും വേണമെങ്കിൽ പമ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം. ഇത് തൊട്ട് മേളിലാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ സ്റ്റാമ്പാണ് പെനി ബ്ലാക്ക്. അതും PSCയുടെ ചോദ്യമാണ് 1840 ഇറങ്ങിയിരിക്കുന്നത്. പല്ലക്കിലാ വരുന്നത്. സ്വന്തം കൈയും കാലും കൊടുക്കത്തില്ല. അതിന് പകരം എന്ത് ചെയ്യും? ഒരു സൈഡ് കൈയും ഒരു സൈഡ് കാലുമാണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരു കൈ അങ്ങോട്ട് നീട്ടി കൊടുക്കും, ആ കയ്യിൽ തൊട്ട് വീഴണം. അപ്പുറത്ത് കാലിൽ കൊടുക്കും, കാലിൽ തൊട്ട് വീഴണം. അപ്പൊ അന്ന് അയിത്തം ഉണ്ടായതുകൊണ്ട് ഈ ഒരു രീതിയിലായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഇതിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനൊരു സംഭവമായിരുന്നു. ഈ പാല് കൊണ്ട് നാടക കല്യാണം എന്നൊക്കെ പറയുന്ന പാട്ടില്ലയോ, അതൊക്കെ ഈ അളവ് പാത്രമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ. ഏറ്റവും ചെറിയ ഇത് എത്ര അളവ്? ഇത് ഉരിക എന്നൊക്കെ പറയും, താഴോട്ട് വരും. ഉരിക എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ അളവ് പാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്. റഷ്യയാണ് പുറത്തിറക്കി. ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറുതും റഷ്യ തന്നെ. അത് നമുക്ക് അവിടെ കാണാം. ഇതാ ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നോട്ട്. പ്ലാസ്റ്റിക് നോട്ട് അന്ന് ഇറക്കിയതാ. ഇപ്പൊ തീരുമാനിക്കുന്ന ഇന്ത്യ പ്ലാസ്റ്റിക് നോട്ട് ഇറങ്ങാൻ പോവാ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള വനിത അൽഫോൺസാമയാണ് ഞാൻ ഇന്ന് 1996. 96 വളരെ റീസെന്റ് ആണ്. എന്നിട്ടും നമുക്ക് അറിഞ്ഞൂടാ. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റാമ്പ് എന്നുള്ളത് തായ്ലൻഡ് ആണ്, 1917. അതുപോലെ ₹1 നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും എന്നുള്ള ലോട്ടറിയുടെ ആദ്യത്തെ പ്രിന്റ് ചെയ്ത കമ്മട്ടം എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ച സാധനമാണ് നോട്ട്. എന്ന് വെച്ചാൽ ഇത് റെയർ ആണ്. ഇത് പിന്നെയും കിട്ടും, ഇത് കിട്ടത്തില്ല. ഇത് അടിച്ച സാധനം ഇത് ഒരെണ്ണേ ഉള്ളു. കമ്മട്ടം. അതിന്റെ അടുത്തത് ഇതുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ മുറുക്കാൻ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ഇല്ലയോ. അപ്പൊ ഈ പ്രായമുള്ള ആൾക്കാർ പോകുമ്പോ ഓരോ സ്ഥലങ്ങളിൽ പോകുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഇതിനകത്ത് മുറുക്കാന്റെ സാധനം എല്ലാം ഇടും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇടിക്കാൻ പറ്റും. അതേപോലെ ഇടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് മുറുക്കോ. കാരണം ഇവർക്ക് എപ്പോഴും മുറുക്കിയേ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു സാധനം ഞാൻ കാണിക്കാം. ഇത് പ്രിന്റിങ്. നമ്മുടെ ഇപ്പോഴത്തെ കോപ്പി എടുക്കത്തില്ലയോ, നമ്മളിപ്പം മറ്റേ ഈ പിന്നെ മറ്റേ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കത്തില്ലയോ, അതേപോലെ സാധനമാണ്. ഇതിനകത്ത് മഷിയൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തുമ്പോൾ പ്രിന്റ് ആയിട്ട് ഇറങ്ങി വരും. ആ കാലഘട്ടത്തിൽ ഇതിപ്പം എഴുതിയേക്കുന്ന നോക്കാം 1876. ഇതൊക്കെ US അമേരിക്കൻ ആണ്, ഇവിടത്തെ അല്ലല്ല. എല്ലാ രാജ്യവും ഉണ്ട്. തായ്ലൻഡ് വേണോ, ഫിലിപ്പ് വേണോ, യൂറോപ്പ് വേണോ, ഇറ്റലി വേണോ, എല്ലാ രാജ്യത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഇവിടെ. അതുപോലെ തന്നെ പേപ്പർ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലയോ. എന്ന് പറഞ്ഞാൽ പേപ്പർ എന്ന് പറഞ്ഞ വാക്കുണ്ടായത് പാപ്പർസ് എന്ന് പറഞ്ഞ ചെടിയുടെ തണ്ട് നൈൽ നദിയുടെ തീരത്തുള്ള സാധനമാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഭോജ്പത്ര എന്ന് പറഞ്ഞൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ തോലാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഈ പറഞ്ഞ പാപ്പർസിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്ത് ഇത് നിലച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് ഇത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആൾക്കാർ ആദ്യം കണ്ടുപിടിച്ച അതാന്നുള്ളതാക്കി. ഓണം സീസണിൽ മാത്രം തിരുവിതാംകൂറിൽ ഇറക്കുന്ന ഒരു വില്ല് അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് അന്ന് പത്മനാഭസ്വാമിയെ സമർപ്പിക്കുന്ന ഓണവില്ല. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു കുടുംബക്കാർ ചെയ്യുന്ന വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബക്കാരുണ്ട്. ഓണവില്ല് കുടുംബം എന്ന് അവരെ അറിയപ്പെടുന്നത്. അപ്പൊ അവരാണ് ഇത് ചെയ്യുന്നത്. മുകളില് കൃഷ്ണന്റെ കഥയായിട്ടുള്ളതാണ്. ഗണപതി, അയ്യപ്പൻ, രാമന്റെ പട്ടാഭിഷേകം, അനന്തശയനം, ഇത് ദശാവതാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുൾ സെറ്റ് ആണ്. പക്ഷെ ഇത് നാച്ചുറൽ കളറാ എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിദത്തമായിട്ടുള്ള കളർ കൊണ്ട് ചെയ്യുന്നതാണ്. പ്രത്യേക ചിട്ടയിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള രീതി ചെയ്തെടുത്ത ഓണവില്ലാണിത്. ഇനി മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട്, ഈ ചെറിയ നോട്ട് എന്ന് പറഞ്ഞാൽ റഷ്യയാണ്. ഇതാണ് ഏറ്റവും ചെറിയ നോട്ട് ലോകത്തിലെ. ഇനി വലിയ നോട്ടും ചെറിയ നോട്ടും റഷ്യയാണ്. നോട്ടിന്റെ വലിപ്പം നോക്കി ഇവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ട്. ഒരു 6 മടക്കണം ഇത് കൊണ്ട് കിടക്കണമെങ്കിൽ, എങ്കിലേ പറ്റത്തുള്ളായിരുന്നു. ഉള്ളവന്റെ കയ്യിൽ ഇച്ചിരി. അതന്നെ. ഇത് നോട്ടിലെ നമ്മുടെ ഇപ്പൊ 1 ലക്ഷം തൊട്ട് 9 ലക്ഷം വരെ ഈ നോട്ടിലുണ്ട്. അതെ, ഇത് 1 ലക്ഷം 2 ലക്ഷം നമ്പർ ആണ്. സീരിയൽ നമ്പർ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം അങ്ങനെ 9 ലക്ഷം വരെ ഉണ്ട്. 9 ലക്ഷം. അതായത് ഇതൊരു പാഷൻ ഒന്നും ഇല്ല. നമ്മളൊക്കെ എത്ര നോട്ട് ഉപയോഗിക്കുന്നു. ഇങ്ങനെ കിട്ടാൻ പാടാ കേട്ടോ. ഇങ്ങനെ കിട്ടാൻ അതല്ല, ചിലപ്പോ നമ്മുടെ കയ്യിൽ വന്നു പോയാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. അത്ര വില കൂടിയ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം അറിയത്തില്ല. ഇപ്പൊ ജിപേ ആയതുകൊണ്ട് നോട്ടുമില്ല. അതുപോലെ തന്നെ ചെഗുവര സൈൻ ചെയ്ത നോട്ടായത്. ക്യൂബയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ചെഗുവര വളരെ കുറച്ച് നാൾ മാത്രമേ നിന്നുള്ളൂ. അദ്ദേഹത്തിന് സൈൻ ഇത് കണ്ടില്ലോ. അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2-3 മാസം കണ്ടേ ഉള്ളൂ. എടുക്കോ ചെഗുവേര ഒരുവിധപ്പെട്ട കേരളത്തിലെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേഴ്സണൽ ഫേവറേറ്റ് മെൻഷനാണ്. പുള്ളി ഫിനാൻസ് മിനിസ്റ്റർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് ക്യൂബയിൽ സൈൻ ചെയ്ത ചെഗുവേരയുടെ നോട്ട്
ഇതൊക്കെ പിടിക്കാൻ കിട്ടിയ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അങ്ങനെ ഒരാളെന്നല്ല, നമുക്കിവിടെ ഒരു രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് എല്ലാ അറിവാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇതൊക്കെ ഒരു ഇതല്ലേ, ആ. ക്യൂബയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ചെഗുവേര ഇരുന്നിട്ടുണ്ടെന്ന് അറിയാത്ത ആൾക്കാർക്ക് അല്ല, ഒത്തിരി പേര് ഇവിടെ ഒന്ന് ചോദിച്ചോളാന്ന്. അപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അതെ. അപ്പൊ ഒരാൾ പറയുന്നത് അങ്ങനെ ഇല്ലെന്ന്. അപ്പൊ ഞാൻ അങ്ങനെയില്ല, search ചെയ്ത് നോക്കി. അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ നോക്കിയപ്പോ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യഗ്രഹണത്തിന്റെ നോട്ടാണ്. അപ്പൊ അതിന് ഓർമ്മയ്ക്കായിട്ട് റൊമാനിയ എന്ന് പറഞ്ഞ രാജ്യം പുറത്തിറക്കിയത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നോട്ടിനകത്തോടെ നമ്മളിങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രഹണം കണ്ണിന് കുഴപ്പമില്ലാതെ കാണാൻ പറ്റും. അതിനൊരു നോട്ട് ഇറക്കി രാജ്യം. ആ സമയത്ത് നമ്മളിവിടെ ചാണകവെള്ളം കലക്കി വെച്ചിങ്ങനെ അതിനകത്ത് നോക്കായിരുന്നു. അപ്പൊ ഒരു നോട്ട് ഇറക്കിയ ഒരു രാജ്യം അഡ്വാൻസ് ആയി. അതിനെ സയൻസിനെ അത്ര കറക്റ്റ് ആയിട്ട് ആ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ ഇതാണ് ബംഗ്ലാദേശ്. ശാസ്ത്രം ഇന്നല്ല വളർന്നത്, ശാസ്ത്രം പണ്ടേ വളർന്നു. അതിങ്ങനെ ഇവോൾവ് ആവുന്നേ ഉള്ളൂ. നമ്മൾ പറയും ശാസ്ത്രമൊക്കെ വല്ലാണ്ട് വളർന്നു. അല്ല, ശാസ്ത്രം ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നു. ആ ടെക്നിക്കൽ സൈഡ് വളരെ വളർന്നു. പക്ഷെ സയൻസിന്റെ ഒരു എവല്യൂഷന്റെ ഒരു വലിയ സംഭവം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ഇതില് ഏറ്റവും നല്ലൊരു സംഭവമാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പൊ തന്നെ ഓപ്പറേഷനുകളൊക്കെ ഏറ്റവും ഹൈടെക് രീതിയിലേക്ക് നമ്മളായി. എൻഡോസ്കോപ്പി തന്നെ ഒരു വലിയ അത്ഭുതമല്ലേ? ഭയങ്കര വലിയ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മറ്റേതൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് എടുക്കണം. ഇത് ഇന്ന് ഓപ്പറേഷൻ നാളെ വീട്ടിൽ പോവാം, രാവിലെ പോവാം. അപ്പൊ അത്ര പെട്ടെന്നായി. പിന്നെ പെട്ടെന്ന് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളും കണ്ടുപിടിക്കാനായിട്ടുള്ള പെട്ടെന്നുള്ള ടെക്നോളജി. അതൊക്കെ യഥാർത്ഥത്തിൽ ഇത് ആ ഒരു കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ മനുഷ്യൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാത്തിനും നമ്മള് വളരെ ഫിലോസഫിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. 1 to 10 ആവാൻ ഭയങ്കര എളുപ്പമാണ്. ഏറ്റവും പാട് 0 to 1. 0 നിന്ന് 1 എത്താനാണ് ഏറ്റവും പാട്. ആ 0 നിന്ന് 1 എത്താനുള്ള യാത്ര ഇവിടെ കാണാം. ഞാൻ പറയാം, ഇപ്പൊ ഡൈനോമ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടെത്തിയോണ്ടാണ് ഇന്ന് കറണ്ടിലേക്ക് എത്തിയത്, അല്ലയോ? അതുപോലെ തന്നെ ക്യാമറ എന്ന് പറഞ്ഞൊരു സാധനം 1826 ജോസഫ് നിസോവർ എന്ന് പറഞ്ഞ ആള് അതിന്റെ ഒരു ആ ഒരു ടെക്നിക്ക് വശത്തെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുന്നത്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നത്. നമ്മൾ അമേരിക്ക പോവാതെ നമ്മൾ അമേരിക്ക കാണുന്നത്. ഒന്നാലോചിച്ച് നോക്കി, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിലെ നമ്പർ 1 നമുക്ക് എല്ലാം ഭയങ്കരമായിട്ടൊരു സാധനമാണ് ക്യാമറ. പക്ഷെ കണ്ടുപിടിച്ച ആളെ ഓർക്കത്തില്ല, മറന്നു പോകും. അതാ. അപ്പൊ ഇത് ഇതാണ് നമ്മുടെ നെൽവിത്തുകളുടെ ഏറ്റവും വലിയൊരു സംഭവം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള വയനാട്ടിലുള്ള പ്രിയപ്പെട്ട ചെറുവേൽ രാമേട്ടനാണ്. പുള്ളിക്ക് പ്രാവശ്യം പത്മശ്രീ കിട്ടി. കൂടാതെ ഏറ്റവും വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ പുല്ലുമേഞ്ഞ വീടാണ്, മണ്ണിലുണ്ടാക്കിയ വീടാണ്. 100-140 വർഷം 150 വർഷത്തോളം 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു വീടാണ് അദ്ദേഹത്തിന്റെ വീട്. തനതായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പുള്ളി ചെരുപ്പൊക്കെ വളരെ കുറവായിട്ടാണ് ഉപയോഗിക്കുന്ന ആള്. അങ്ങനെ വളരെ വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്റെ ഗുരുനാഥൻ എന്ന് പറയാം. കാരണം പ്രകൃതിയെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒത്തിരി പഠിച്ചു. അതിന് ഇപ്പൊ 15-16 വർഷം കൊണ്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ ഒന്നിച്ച്. 15-16 വർഷത്തേക്കുള്ളായി. അപ്പം ആ ഒരു പഠനം ശരിക്കും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടി അദ്ദേഹത്തിൽ നിന്ന്. ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാർ വയനാട്ടിലുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ആൾക്കാർ. രാമേട്ടൻ ഇത്രയും നെല്ലുകൾ സംരക്ഷിച്ചുകൊണ്ടാണ് രാമേട്ടൻ ഇത്രയും വലിയ അവാർഡുകൾ കിട്ടിയത്. ഇതെല്ലാം നോട്ടിന്റെ ഓരോ പ്രത്യേകതകളാണ്. ഇത് 1 തൊട്ട് 10 വരെ. ഇതും അതുപോലെ 9, 8, 8 അങ്ങനെ താഴോട്ടുള്ളത്. ഇത് 111, 777, 66 അങ്ങനെല്ലാം ഉണ്ട്. ഈ നോട്ടിന് സ്റ്റാർ വരും. അതെന്താണെന്നറിയോ? ഈ നോട്ട് വരുമ്പോ ചില റെയർ ആയിട്ടുള്ള നോട്ടിന് മാത്രം സ്റ്റാർ വരും. അതിന്റെ പ്രത്യേകം എന്താന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ഒന്നി കീറിപ്പോയി, അല്ലെങ്കിൽ പകുതി കത്തിപ്പോയി, അല്ലെങ്കിൽ ചെതല് പിടിച്ചുപോയി. അപ്പൊ ഈ നോട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി കൊടുക്കും. ഈ ബാങ്കിൽ നിന്ന് വീണ്ടും അത് പ്രിന്റ് ആയിട്ട് വരും, റീകോപ്പി ആയിട്ട് വരും. അതാണെന്ന് അറിയാൻ വേണ്ടിയാണ് സ്റ്റാർ ആഡ് ചെയ്യുന്നത്. സെയിം സീരിയൽ നമ്പർ എല്ലാം കറക്റ്റ് ആയിരിക്കും, സ്റ്റാർ ആഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ റീകോപ്പി എന്നുള്ള അറിയിക്കാൻ വേണ്ടി. ചോദിച്ചാൽ പോലും ചിലപ്പോൾ പറയത്തില്ല. ഇതൊരു പുതിയ അറിവാണ്. സ്റ്റാർ എന്നുള്ളത് പുതിയൊരു അറിവാണ്. അത് റീകോപ്പിക്കാണ് നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് പിന്നെ പൈസ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒക്കെ നമ്മൾ ഇന്ത്യ ഭരിച്ച യൂറോപ്യന്മാരെന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യ, ഫ്രഞ്ച് ഇന്ത്യ, പോർച്ചുഗീസ് ഇന്ത്യ, ഡാനിഷ് ഇന്ത്യ, ഡച്ച് ഇന്ത്യ, ഇത്രയും പേര് നാണയം ഇറക്കിയിട്ടുണ്ട്. അത്രയും നാളെ അതിനകത്തുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കലണ്ടർ 1948 ആ കലണ്ടർ ഇത് ഫസ്റ്റ് കലണ്ടർ. അതിനകത്ത് നോൺ വയലൻസ് ഗാന്ധിജിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കലണ്ടറാണ് ഇത്. 1948 ഇറങ്ങിയ ഇന്ത്യക്ക് ഇറങ്ങിയ ആദ്യത്തെ കലണ്ടർ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ കലണ്ടർ. പ്രിന്റിംഗ് മിസ്റ്റേക്ക്, നാണയങ്ങൾ അടിക്കുമ്പോൾ ഉള്ള പ്രിന്റിംഗ് മിസ്റ്റേക്സ് ആണ്. ഇതാണ് നമ്മുടെ പിന്നെ ലൈസൻസ്, നമ്മുടെ റേഡിയോ ലൈസൻസ്. പണ്ട് റേഡിയോ യൂസ് ചെയ്യാൻ ലൈസൻസ് വേണം നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ആ ലൈസൻസ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഇരുമ്പിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച നാണയം, കോയിൻ. തഞ്ചാവൂർ നായിക്ക്, മധുര നായിക്ക്, വേണാട്, സുൽത്താൻ, ജോധാപൂർ, പാണ്ഡ്യ, ഗുജറാത്ത്. ഇതാണ് നമ്മുടെ ചെറുവേൽ രാമേട്ടൻ തന്ന അമ്പുമില്ലും എന്ന് പറഞ്ഞാൽ അമ്പുമില്ലുവ.
ഇത് അമ്പുമില്ലു എന്ന് പറയുന്നത് ഇത് മുളയാണ്. മുളയില് കല്ലമുള എന്ന് പറയും. അത് പ്രത്യേക പക്കം നോക്കി വെട്ടും. നെട്ടിട്ടാണ് ആ സമയത്ത് വെട്ടിയാൽ ഒരിക്കലും ഉളുക്കത്തില്ലെന്നാ പറയുന്നത്. അങ്ങനെ ഉളുക്കം എന്ന് പറഞ്ഞാൽ പന്നലായി പോകത്തില്ല, കുത്തല് വീഴത്തില്ല. അങ്ങനെയുള്ള രീതിയിൽ മുള വെട്ടിയിട്ട് അതിന് മണിലി എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ നൂല എന്ന് പറഞ്ഞാൽ അതിന്റെ തോലെടുത്ത് നൂലാക്കിയിട്ടാണ് ഇത് കെട്ടുന്നത്. ഇത് പക്കം നോക്കി കൃത്യമായിട്ട് കെട്ടുന്നതാണ്. എന്നിട്ട് രാമേട്ടൻ നമുക്ക് ഇവിടെ തന്നെയാണ്, MLA ഉൾപ്പെടെ ഏറ്റുവാങ്ങിയതാണ്. നമ്മുടെ ഗാന്ധിഭവനിലെ സോമരാജ് സാറിന്റെ മകൻ ഉൾപ്പെടെ ആണ് ഇത് ഏറ്റുവാങ്ങിയത്. ഇതൊരു വർഷങ്ങൾക്ക് മുമ്പേ പഴക്കമുള്ള അവരുടെ ശേഖരണത്തിൽ നമുക്ക് തന്നതാണ്. ഇതെന്താ ഈ താഴെയുള്ള? അത് നമ്മുടെ വെടിമരുന്ന് സൂക്ഷിക്കുന്നത് ഈ കൊമ്പുകളിലാണ്. കാളയുടെ ഒക്കെ കൊമ്പിനകത്താണ്. ഒറിജിനൽ കൊമ്പ്, അതിനകത്ത് വെടിമരുന്ന് സൂക്ഷിക്കുന്നത് പണ്ട് കാലത്ത്. ഇതെല്ലാം പ്രിന്റിംഗ് മിസ്റ്റേക്ക് നോട്ടുകൾ കണ്ടിരുന്നു മുമ്പേ. അതായത് നോട്ട് നമ്മൾ ശരിയായിട്ടുള്ള നോട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ അച്ചടിച്ചിട്ട് പ്രിന്റിൽ മിസ്റ്റേക്ക് വന്ന ഗാന്ധിജി ബാക്കിൽ 2 വന്നതും എക്സ്ട്രാ വന്നതും ഒക്കെ ഇതിലുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് പ്രസ്സിൽ തടിയുടെ അക്ഷരങ്ങളായിരുന്നു പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. തടിയുടെ അക്ഷരം അതിനകത്ത് വെട്ടിയിട്ട് അതിലാ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നാണ് മെറ്റലിലേക്ക് മാറിയത്. അപ്പൊ തടിയുടെ അക്ഷരങ്ങളായതെല്ലാം എല്ലാം ഒറിജിനൽ. ഇതിന്റെ മെഷീൻ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് പ്രിന്റ് ചെയ്യുന്ന മെഷീൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇത് ഞാൻ പഠിച്ച സ്കൂളിന്റെ 100 വർഷം മുമ്പുള്ള അന്ന് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് വന്ന കത്ത. ഞാൻ പഠിച്ച സ്കൂള്, സ്വന്തം സ്കൂളിന് 100 വർഷം മുമ്പ് കിട്ടിയ കത്ത് വരെ കയ്യിലുണ്ട്. 120 വർഷം 115 വർഷം കൊണ്ടായി ഇപ്പൊ അവിടെ. 100 വർഷം മുമ്പാണ് വന്ന കത്താണിത്. ഇത് സൊമാലിയ നാണയം എന്ന് പറയുന്ന ഒരു പ്രിന്റിംഗ് പ്രത്യേക രീതി അവർ പ്രിന്റ് അടിച്ചിറക്കുന്ന ഒരു വളരെ ലിമിറ്റഡ് ആയിട്ട് ഇറക്കുന്ന നാണയമാണത്. ഈ നാണയത്തിന്റെ പ്രത്യേകത ഇതിൽ നമ്മൾ സാധാ കാണുന്ന ആളുകളൊന്നുമല്ല, ഗിത്താറും പിന്നെ റോയൽ എൻഫീൽഡ് ആണോ? എൻഫീൽഡ് ഉണ്ട്. എൻഫീൽഡും ഗിത്താറും ഒക്കെയാണ് അതിന്റെ ഒരു. പിന്നെ ഫ്ലൈറ്റ് വരും, അതുപോലെ പല പല സാധനങ്ങൾ വരും, അങ്ങനെയുള്ള സംഭവം. ഇനി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് പോവർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ആളുകൾ വാങ്ങാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ ലിമിറ്റഡ് പീസാ. അപ്പൊ എന്ന് വെച്ചാൽ ഇത് വർഷം കഴിയും തോറും വില കൂടും. അതാണ് ഇത് കണ്ടോ, 10 ലക്ഷത്തിന്റെ ഒറ്റ നാണയം. ഇതൊരു 10 ലക്ഷം. തുർക്കി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ. അത്യാവശ്യം കോസ്റ്റ് വരില്ലേ ഇന്ത്യൻ മണി? ചെറുതായിട്ട് അത്രയും പറയാൻ പറ്റില്ല. പിന്നെ ഇതെല്ലാം പഴയ കാലത്ത് ആദിവാസികൾ ഉപയോഗിച്ച ആയുധങ്ങളായതെല്ലാം. അതുപോലെ നമ്മൾ പറയത്തില്ലയോ, സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കണമെന്ന്. ഈ പുത്തൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായത് ഈ കൊച്ചിൻ പുത്തൻ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു അന്ന്. അതുപോലെ നമ്മുടെ പത്രത്തിന് സ്റ്റാമ്പ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തുള്ള സാധനം. സ്റ്റാമ്പിനാണ് പുത്തൻ പറയുന്നത്. പുത്തൻ പറയുമ്പോ പുത്തമ്പണക്കാരൻ, അപ്പം പുത്തമ്പണക്കാരനായപ്പോഴത്തേന് ഇങ്ങനായി. ഇതൊക്കെ ആ ഒരു വാക്കിൽ നിന്നുണ്ടായതാ. ജോലി കിട്ടുമ്പോ പുതിയ സ്റ്റാമ്പിൽ കിട്ടും. അല്ലല്ല, ഇത് നമുക്ക് പത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ വസ്തു എഴുതുക ഇങ്ങനെയൊക്കെ പത്രം, അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു മൂല്യമുള്ള സാധനമാണ്. അപ്പൊ ഈ വാക്കിൽ നിന്നാണ് പറയുന്നത്. പുത്തൻ എന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം 10 പുത്തൻ ഉണ്ടാക്കാൻ, പുത്തൻ പണക്കാരൻ, ഇങ്ങനെ പല പല വാക്കുണ്ടായില്ലേ, ഇതൊക്കെ ഇതിൽ നിന്നുണ്ടായതാ. അങ്ങനെ ഒരു സാധനം. അതെ തന്നെ. ഇത് പണ്ട് കാലത്തെ ബ്രിട്ടീഷിന്റെ നോട്ടുകളാണ്. അത് റയർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപയോഗിച്ചു. ഇതേപോലെ ഇസഡ് കാറ്റഗറി നോട്ട് എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് UAല് പിന്നെ 7-8 രാജ്യങ്ങള് ഇന്ത്യയിൽ അടിക്കുന്ന നോട്ടായിരുന്നു. 53 തൊട്ട് 70 വരെ ഇന്ത്യയിൽ അടിക്കുന്ന നോട്ട് അവിടെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഈ നോട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യാവോ? ഇത് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യയിൽ പ്രിന്റ് ചെയ്തു, പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അറബ് എമിറേറ്റ്സ്. അത് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇത് പഴയ 1951 ഡ്രൈവിംഗ് ലൈസൻസാ. 51 ഡ്രൈവിംഗ് ലൈസൻസ്. ഇനി തൊട്ടിപ്പുറത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമാണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. 38 നോട്ടീസ് ഇറങ്ങി. ഈ നോട്ടീസിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സാധനം പറയുന്നുണ്ട്. 50 പേരുള്ള ഒരു ക്ഷേത്രമാണെങ്കിൽ 26 പേര് കൈപൊക്കണം, എങ്കിൽ മാത്രമേ ഒരാൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. എന്നാ പോലും അത്ര ഇതാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ലായിരുന്നു. 26 പേർക്കൊന്നും അത്ര മനസ്സ് വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് അന്നും ക്ഷേത്രപ്രവേശന വിളംബരം ആണെങ്കിൽ പോലും വർഷങ്ങളെടുത്ത് പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ. കേരളത്തിനും ഇന്ത്യക്കൊക്കെ ഒരു ഇരുണ്ട കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ നല്ലത് മാത്രം പിന്നെ തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന വില്ലുവണ്ടി ലൈസൻസ്. വില്ലുവണ്ടിയുടെ ലൈസൻസ് ആണ്. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മാസ്ക് സ്റ്റാമ്പ്. മാസ്കിന്റെ സ്റ്റാമ്പ് തൊട്ടപ്പുറത്ത്. ഇത് മാസ്കിന്റെ ഷേപ്പാണ്. ഇതിപ്പോ കൊറോണയുടെ ഇത് ആ ഒരു ഇതിനു വേണ്ടി മാത്രം ഇറക്കിയത്. ആ ഓസ്ട്രേലിയയാണ് പുറത്തിറക്കിയത്. ഇനി തൊട്ടപ്പുറത്തിരിക്കുന്ന സാധനം ലോകത്തിലെ ഏറ്റവും ചെറിയ സിം ഇടാവുന്ന മൊബൈൽ ഫോൺ. ലോകത്തിലെ ഏറ്റവും ചെറുത്. എന്റെ ഈ വിരലിന്റെ അത്രയില്ല. വിരല് ബാക്കി വരും. ഇത് സൈക്കിളിന്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രിന്റ് ചെയ്യുന്ന സൈക്കിൾ ലൈസൻസ് വേണമായിരുന്നു.
പിന്നെ ഹരിജൻ പത്രം, എങ്ങിന്റെ പത്രമാണ് 1917 ഇറങ്ങിയത്. പിന്നെ ഹരിജൻ പത്രമായി. 33 തൊട്ട് 48 വരെ ഹരിജൻ പത്രമായിരുന്നു. കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ പറ്റാത്ത പൂട്ടാണ് പറങ്കിപ്പൂട്ട്. പത്രത്തിൽ വാർത്ത വന്നത്, നമ്മൾ പറഞ്ഞതല്ല. കൊച്ചുണ്ണി പെട്ട പൂട്ടാണിത്. ഇന്ത്യയുടെ 1000 രൂപയുടെ നാണയം, 1000 കോടിയുടെ ഒറ്റ നോട്ട്. യൂഗോസ്ലോവിയ എന്ന് പറഞ്ഞ രാജ്യമാണ്. വളരെ മൂല്യം കുറവാണ്, പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു കൗതുകത്തോടൊരു മൂല്യമുണ്ട്. ഇത് 1000 റുപ്പീസിന്റെ ഇന്ത്യൻ നോട്ട്, ഇന്ത്യൻ നാണയം. പഴയ ലോട്ടറി. ലോട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ സംസ്ഥാനത്തിനും ലോട്ടറി ഇന്ത്യയിലുണ്ട്. ഇത് ഞാൻ പറയാം, കയ്യെഴുത്ത് മാസിക, കയ്യെഴുത്ത് പത്രം ഒക്കെ കേട്ടു. ഇതാ കയ്യെഴുത്ത് നോട്ട്. ഇത് വളരെ റയറാണ്. കൈകൊണ്ട് വരച്ചതാണ് ടിബറ്റൻ നോട്ട്. വളരെ വളരെ റയറാണ് എന്ന് പറഞ്ഞാൽ ഓരോ ഭാഗവും കൃത്യമായിട്ട് വരച്ചു. കയ്യും കൊണ്ട്, അതായത് കയ്യെഴുത്ത് മാസികയൊക്കെ ഭയങ്കര QR കോഡ് കണ്ടിട്ടില്ലയോ, അതേപോലുള്ള ചിഹ്നമായത്. ഇത് സ്കാൻ ചെയ്താൽ കിട്ടും. സ്കാൻ അല്ല, അത് കാണുമ്പോൾ അവർക്ക് അറിയാം, നമ്മുടെ സൈൻ ഇല്ലയോ, അതേപോലെ സിഗ്നേച്ചർ ആണ്. ഓരോന്നിനും ഓരോ ഓരോന്നിനും ഓരോ ഐഡന്റിറ്റി ആണ്. ഇത് കണ്ടോ, കയ്യെഴുത്ത് നോട്ട്. ഇത് എനിക്ക് ഫസ്റ്റ് ആട്ടോ, മിക്കതും എനിക്ക് ഫസ്റ്റ്. ഞാൻ ആദ്യമായിട്ട്. ഇതാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പിന്നെ തക്കല കൊട്ടാരത്തിൽ പോയാൽ കാണാൻ പറ്റും. നമുക്ക് ലൈറ്റ് ഇല്ല, പണ്ട് ഈ കെട്ടിവെക്കുന്ന നമ്മുടെ ഈ സൈഡില് ഇങ്ങനെ, ഇത് പാറയാണ്, ഇവിടെ തുണി ചുറ്റും, എന്നിട്ട് എണ്ണ ഒഴിക്കും, തുണിയിലും എണ്ണ കാണും, ഇത് കത്തി നിൽക്കും ഇങ്ങനെ. ബാഹുബലിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഈ കൊട്ടാരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് വെച്ചിട്ട് രത്നങ്ങൾ പതിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഈ വെട്ടം അതിനെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ണാടി വെക്കും, എന്നിട്ട് ഇവിടുന്ന് വെട്ടം അങ്ങനെ വെക്കുമായിരുന്നു. മനുഷ്യന്മാരുടെ അതെ 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 അതെ, അന്ന് അതൊക്കെ പറ്റത്തുള്ളല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും ഡെവലപ്പ് ആയത്. കറക്റ്റ്. ഇത് 10,000 നോട്ട്, 5,000 നോട്ട്. ഇന്ത്യയുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ നോട്ടാണോ? നാണയം ആ കാലഘട്ടത്തിലെ നാണയം. അതെ, 1952 പൈലറ്റ് ലൈസൻസ്. പ്ലെയിൻ ഓടിക്കാൻ ലൈസൻസ് വേണം, അത് അതുവരെ ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പഴ പുതിയ കുട്ടികൾക്ക് അല്ലാതെ ഇത് നേരിട്ട് പോലും അല്ലാതെ കണ്ടിട്ടില്ല, വളരെ കുറവാണ്. പൈലറ്റ് ലൈസൻസ് ആരും കാണില്ല, പൈലറ്റുകാർ മാത്രം കാണാം. ഇതാണ് പിന്നെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ അഞ്ചൽ കാർഡ്. ഇതൊക്കെ നമ്മുടെ ചീപ്പ്. മറ്റേ ഇനി വേറൊരു സാധനം ഞാൻ കാണിക്കട്ടെ. നമ്മളൊക്കെ ഇപ്പൊ മൊബൈലിലാണ് ഗെയിം കളിക്കുന്നത്. മൊബൈൽ ഗെയിമിന് മുമ്പുള്ള ഒരു ഗെയിമായത്. പല്ലാങ്കുഴി എന്ന് പറയും, മഞ്ചാടി വെച്ച് കളിക്കുന്നത്. ഇതിനകത്ത് 10 മഞ്ചാടി വെച്ച് എല്ലാത്തിലും ഇടും. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വാരി ഓരോന്നിൽ ഇട്ടിട്ട് പോകും. തീർന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇല്ലാത്തത് ഒരെണ്ണം ഇല്ലാതെ വന്നാൽ അടുത്ത് നമുക്ക് എടുക്കാം. അങ്ങനെ കളിക്കുന്ന ഒരു സാധനം ഇത്, പല്ലാങ്കുഴി മഞ്ചാടി വെച്ച് കളിക്കുന്നത്. ഇത് CD-യാ? അത് CD അല്ല, അത് റെക്കോർഡ് പ്ലെയറിലെ ഡിസ്ക്. അടുത്തത് കുന്തം, വാള്, ജപ്പാൻ വാള്, ജാപ്പനീസ് ഉപയോഗിച്ച വാള്. ഇത് ഗ്രന്ഥക്കെട്ടുകൾ, ഓലയിൽ എഴുതിയ ഗ്രന്ഥക്കെട്ടുകൾ. ഇതൊക്കെ ഭയങ്കര. ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളെ മറ്റേ സൗണ്ട് തെറാപ്പിക്ക്, സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന ടിബറ്റിന്റെ ഒരു സാധനമാണ്, മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. തൊട്ട് നോക്കി. ഞാനിത് ആക്ച്വലി കേട്ടിട്ടുണ്ട്, സൗണ്ട് ഹീലിംഗ്, നമ്മള് സോൾ ഹീലിംഗിനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നല്ലൊരു യോഗയോ മെഡിറ്റേഷന് ശേഷം ഇതെല്ലാരും കണ്ണടച്ചിരിക്കുമ്പോൾ ഈ സാധനം കേൾക്കും, നമ്മള് നന്നായി ബോഡി റിലാക്സ് ആവും. സൗണ്ട് ഹീലിംഗ്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, വായുവിനെ മുറിച്ചു കിടക്കാനുള്ള ഒരു കഴിവ്, ശക്തിയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യത്തെ നോട്ടിലൊന്ന് 1791, വളരെ റയറാ. ഇത് മെഡിക്കൽ ബോക്സ്, അപ്പോത്തിക്കിരി എന്ന് പറയുന്നത് പഴയ ഫസ്റ്റ് എയ്ഡ് ആണ്. പഴയ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. വളരെ ഒരു എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള ഒരു, എന്നാ പോലും നമ്മൾ ഓടിച്ചു പോരുക. എനിക്കാണെങ്കിൽ നിന്നിങ്ങനെ പറയണമെന്നാണ്, പക്ഷെ കാണുന്ന ആളുകൾക്കും നിങ്ങളിത് വന്ന് ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും. നമ്മുടെ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മുടെ സ്ഥലം വരുന്നത് അടൂര്. നിങ്ങള് അടൂരിൽ നിന്ന് വെറും 4 കിലോമീറ്റർ അപ്പുറമുള്ള തുവയൂര് വരിക. അവിടെ ശിലാ മ്യൂസിയം നമ്മള് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ശിലാ മ്യൂസിയം പാർക്കിങ്ങിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെല്ലും. അവിടെ നേരെ നോക്കുമ്പോൾ നമുക്ക് ശിലാ മ്യൂസിയം കാണാൻ പറ്റും. ഈ ഒരു ലൊക്കേഷൻ, ഈ ഫ്രണ്ടിലത്തെ മതിലൊക്കെ ചെയ്തത് നമ്മൾ ചെയ്തതാ. ഈ ഒരു ഏരിയ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ആർട്ട് വർക്കിന്റെ ഒരു വൈബ് നമുക്ക് കിട്ടും. അതായത് ഈ വീടും ഇതിന് തൊട്ടപ്പുറം ഏറ്റവും വലിയ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു വീടാണ്. ഇത് പ്രത്യേകം അങ്ങനെയൊന്നും അല്ല, ഇതൊരു മനുഷ്യന്റെ വീട്. താഴെ കാണാനുള്ളത്. ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുപ്പികളുടെ കുറെ വെറൈറ്റികളാണ്, പല ടൈപ്പ് കുപ്പികൾ. ഇതൊക്കെ ഊതി വീർപ്പിച്ച കുപ്പികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് ബലൂൺ വീർപ്പിക്കുന്നതിന്റെ കൂട്ട് തന്നെയാണ് പണ്ട് കാലത്ത് കുപ്പി വീർപ്പിക്കുന്നത്. അതേ സിസ്റ്റം തന്നെയാണ് ഇപ്പം അതല്ലാതെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതൊക്കെ പഴയ കുപ്പിയാണോ പുതിയ കുപ്പി? ഇതൊക്കെ പഴയതാ. ഈ സാധനം ഇതൊക്കെ ഒത്തിരി പഴയതല്ല, പക്ഷെ ഇതൊക്കെ എല്ലാം പഴയതാ, നല്ല പഴക്കമുള്ള. ഈഗിൾ എന്ന് പറഞ്ഞ ഒരു മദ്യവാ. ഇനി ഇതൊരു മദ്യ കുപ്പിയാ. ഇത് വിയറ്റ്നാമിന്റെ ഒരു മദ്യമാണ്, സ്നേക്ക് വൈൻ എന്ന് പറയും.
ഇതിനകത്ത് 2 പാമ്പ് ഒരു തേളുണ്ട്. പാമ്പിനെ കാണിച്ചുതരാം. 2 പാമ്പ് ഒരു തേളുണ്ട്. ഇത് പാമ്പല്ലേ? 2 പാമ്പ, പത്തിയുള്ള പാമ്പ. പത്തിയുള്ള 2 ഇത് കണ്ടോ, ഇതിനകത്ത് വിയറ്റ്നാം എല്ലാം ഉണ്ട്. ഇതിനകത്ത് തേള് സെൻട്രല് തേളല്ലേ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് വറുത്ത് തിന്നും. ടച്ചിങ്സ് ഒക്കെ ഇവിടെ റെഡിയാ. ഇത് ഞാൻ വിയറ്റ്നാമിലേക്ക് പോകുന്ന ആളുകൾ അവരുടെ ട്രാവൽ വ്ളോഗിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇച്ചിരി ഇങ്ങ് ട്രാവൽ ചെയ്ത് തോന്നാ ഇത് ഇവിടെ കാണാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. വളരെ കുറവാണ് ഇന്ത്യയിൽ അങ്ങനെ കുറവാണ്, വളരെ കുറവാണ്. ഇതെല്ലാം പിന്നെ അളവ് പാത്രങ്ങളാ കൂടുതലായിട്ടുള്ള, എല്ലാ അളവ് ഇതായിട്ടുള്ള. ഇത് ഉണ്ടാക്കിയതാ, പണ്ടുണ്ടാക്കിയതാ. അപ്പോ ജീവിതത്തിൽ ഒരു മനുഷ്യന് കാണണം എന്ന് നിർബന്ധമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതെ, അത് ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പൊ ഞാനിപ്പോ ഒരു മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ഒരാൾ, അല്ല എന്റെ പപ്പ ഇപ്പൊ ഒരു ഡ്രൈവിംഗ് മേഖലയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾ മ്യൂസീഷ്യൻസ് ആയിക്കോട്ടെ, നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് കാണാനും നിങ്ങളുടെ അറിവ് കൂട്ടാനും പാകത്തിന് ഒരു സാധനം ഇതിനകത്തുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു സാധനം, ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞതാ. ഒരു സാധനം അല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എവിടുന്ന് വന്നു നമ്മൾ അറിയണമല്ലോ. ആ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ അറിയണം. എപ്പോഴും ആ ഒരു അങ്ങനെ ഒരു തോന്നൽ ഈ വീഡിയോ കണ്ടാൽ നേരെ ഇങ്ങി പോരാ. നേരത്തെ ഞാൻ ലൊക്കേഷൻ പറഞ്ഞത് നേരെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ഇപ്പൊ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാത്ത ആരുമില്ല. ശിലാ മ്യൂസിയം നമ്മൾ അടിച്ചു കൊടുത്ത കറക്റ്റ് ആയിട്ട് ഇവിടെ ഇത്രയും സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനെയും കാണാൻ പറ്റും. ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇങ്ങനെ ഞാനിപ്പോ നേരിട്ട് സംസാരിച്ച ആളും തുടങ്ങിയപ്പോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യനെ കണ്ടു. പക്ഷെ നിങ്ങൾ ഒരു തവണ ഇതിനകത്ത് വന്നു പോയി കഴിയുമ്പോൾ ഈ മനുഷ്യനൊരു വലിയ സംഭവമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് നമുക്ക് ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടേണ്ട, നമ്മൾ ഉറപ്പായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല വ്യക്തിത്വം കൂടിയാണ്. ഈ ഇദ്ദേഹത്തെ കൂടി കാണാൻ വേണ്ടി വേണം ഇവിടെ വരാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിവത് ഞാൻ ഉള്ള ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ ഇപ്പൊ അത്യാവശ്യം വെളിയിലൊക്കെ ഇപ്പൊ ഷൂട്ടുണ്ട്. ഇപ്പം മിക്ക 2-3 രാജ്യങ്ങളാണ് ഇനി പോകുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടാവുമ്പോ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഉള്ളപ്പോ ഞാൻ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ഇനി വരാം, നിങ്ങളുടെ വീട് പോലെ വന്ന് കണ്ടിട്ട് പോകാൻ പറ്റും. അപ്പൊ അതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോ എന്നെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ മാസം തന്നെ 2 ദിവസം ഉള്ളായിരുന്നു ഇവിടെ. അപ്പൊ അതുകൊണ്ട് നേരെ വരുക, നിങ്ങളുടെ വീട് പോലെ കറക്റ്റ് ആയിട്ട് പോവാ. ഞങ്ങളുടെ സമയം കറക്റ്റ് ആയിരുന്നു. എന്തോ ഭാഗ്യം. അല്ല, എന്നെ വിളിക്കാതെ കൂടെ വന്നത്. ഞങ്ങൾ വിളിക്കാതെ നേരിട്ടിങ്ങ് വരുമായിരുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. വന്നപ്പോ നമുക്കും ചെറിയ ഇവിടെ നിന്ന് വന്നപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചിലർ ഇത്രയും വലിയൊരു കളക്ഷൻ ചിലപ്പം ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ അത്രയും നമ്മുടെ കൂടെ സഹകരിച്ചൊരു ഇവിടെ ആര് വന്നാലും നമ്മൾ അങ്ങനെ ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാനും പിന്നെ അവര് തന്നെ വന്ന് ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. 3 hours നമ്മളോട് സ്പെൻഡ് ചെയ്ത് 3 മണിക്കൂറൊന്നും അല്ലെന്നേ, നമ്മൾ ഓടിച്ചു വിട്ടിട്ടാ കൃത്യമായിട്ട് പഠിക്കും. ഇനിയുണ്ട്, ഇനി ബോർഡുകളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിലേ നമുക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ വീണ്ടും വാ. താഴത്തെ കാഴ്ചകളുണ്ട്, ചെടികളുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം. നമ്മുടെ ചാനലിൽ വരുന്ന പറഞ്ഞേ, നമ്മൾ കായംകുളം ചാനലാണ്. ചേട്ടന് ഡയൽ കേരള എന്ന് പറഞ്ഞൊരു സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. അപ്പൊ അതും ഇതും എല്ലാവരും അത്യാവശ്യം അറിവുകളൊക്കെ മാത്രമായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുകളൊക്കെ മാക്സിമം നിങ്ങൾ ഇപ്പൊ ഈ ചാനലായാലും ഏത് ചാനലായാലും അറിവുകളും മനുഷ്യന് ഉപകാരപ്പെടുന്ന ചാനലും മാക്സിമം ഷെയർ ചെയ്താൽ ഇത് ആർക്കെങ്കിലും ഒക്കെ ഗുണപ്പെടും. ഈ ഞാൻ പറയുന്നത് ഈ കാണുന്ന 10-ൽ 9 പേർക്കെങ്കിലും നിങ്ങളുടെ അറിവിൽ ഒരു കുട്ടി പഠിക്കുന്നുണ്ടാവും. ആ പഠിക്കുന്ന കുട്ടിക്ക് ഇവിടം ഒരു സ്വർഗമാണ്. നിങ്ങൾ ഏത് എൻസൈക്ലോപീഡിയ വാങ്ങിച്ചു കൊടുത്താലും ഏത് വലിയ സിലബസ് പഠിച്ചാലും അവിടെ ഒന്നും കിട്ടാത്തത് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾ കേരളത്തിലല്ല ലോകത്ത് ഏത് മ്യൂസിയത്തിൽ പോയാലും അവിടെ കാണാത്ത എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതെ, ഞാൻ കേരളത്തിൽ ഒരു മിക്ക മ്യൂസിയവും കണ്ടിട്ടുണ്ട്. കാരണം സ്കൂൾ ടൈം തൊട്ടേ നമ്മൾ എക്സ്കർഷൻ ആയിട്ടും പിക്നിക് ആയിട്ടും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ ഉള്ളത് പോയി കണ്ടിട്ടുണ്ട്. അത് ഞാൻ ആലോചിക്കുകയാണ്, ഇവിടെ പോയി കണ്ടിട്ടും ഇത് ഇവിടെ കിട്ടുന്ന ഒരു അത് നമ്മൾ കണ്ടുപോകാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും എന്താ ഈ പറഞ്ഞൊരു ക്യൂരിയോസിറ്റിയാണ്. പക്ഷെ ആ ക്യൂരിയോസിറ്റിക്ക് അപ്പുറം നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിലെ സാധനങ്ങളുണ്ടല്ലോ, അതിനൊരു വേറൊരു പ്രത്യേകതയാണ്. അത് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാ ചരിത്രവും ഒരു മിനി ലോകം, ഒരു മിനി അറിവിന്റെ ഒരു മിനി ലോകം. അതിന്റെ മാത്രമല്ല, ടിബറ്റ് ഉണ്ട്, ഇറ്റലി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, US ഉണ്ട്, ഏത് രാജ്യം ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ ബൈ.